നമ്മൾക്കൊരു വലിയ ഭാഗ്യമുണ്ടാകും, നല്ലൊരു ധനം, ലോട്ടറി അടിച്ചു, വലിയൊരു എമൗണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം കവിതയ്ക്കാണെങ്കിൽ കവിതയുടെ ചുറ്റുമുള്ള ആൾക്കാരും കൂടെ അത് അനുഭവിക്കാനായിട്ട് ഉള്ള ഭാഗ്യമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് സന്തോഷിക്കാനായി ഇപ്പം സ്നേഹമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും, കവിതയ്ക്ക് ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കർമ്മവും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മഫലവും നമുക്ക് തന്നെയുള്ളതാണ്. വേറൊരാൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. വാട്ടർ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണിപൂര ചക്ര എന്ന് പറയുന്നത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദേവതകളുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിനനുഗുണമായിട്ടുള്ള ധാന്യങ്ങൾ ദാനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്കറിയില്ല, എനർജി സെന്റേഴ്സിനെ പറ്റിയൊന്നും നമുക്കറിയില്ലെങ്കിൽ ഓം നമ ശിവായ ചാൻഡ് ചെയ്താൽ മതി. നമസ്കാരം. ദി അൺഎക്സ്പ്ലെയിൻഡ് പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി, എനിക്കിന്നൊരു ഇത്രയും നാളെ നമ്മൾ പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ചേച്ചിയുടെ പല പല എക്സ്പീരിയൻസസ്, റിസർച്ചിലൂടെ ചേച്ചിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, കഴിഞ്ഞ എപ്പിസോഡിൽ ചേച്ചി പറഞ്ഞൊരു വാക്കാണ്, ചിലന്തി വല പോലെ ഇതിങ്ങനെ കിടക്കണോ എന്നൊരു വാക്ക് ചേച്ചി പറഞ്ഞായിരുന്നു. ഈ ശരിക്കും ഈ കർമ്മം എന്ന് പറയുന്ന കർമ്മം കൊണ്ട് കണക്റ്റഡ് ആണ് നമ്മൾ പലപ്പോഴും. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ചേച്ചി ഷെയർ ചെയ്തപ്പോൾ പല ആൾക്കാരുടെയും ജീവിതത്തിലേക്ക് വരുന്നത് അവരുടെ കർമ്മഫലമാണ് എന്ന് പറഞ്ഞു. ശരിക്കും ഇത് ഒരു എന്താ പറയണ, ഒരു ചെസ് ബോർഡ് പോലെ നമ്മൾ ഇതിനെ എടുക്കുവാണെങ്കിൽ, ഞാനൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും പൊസിഷൻസ് എന്നെ എഫക്റ്റഡ് ആവുന്നുണ്ട്, എൻ്റെ പൊസിഷൻ അവരെയും എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഞാനിപ്പം ജീവിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള കുറേ ആൾക്കാരുണ്ട്, രക്തം കൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം കർമ്മങ്ങൾ എന്നെ ബാധിക്കുമോ, അതോ ആ കർമ്മവും എൻ്റെ കർമ്മമായിട്ട് ലിങ്ക്ഡ് ആയത് കൊണ്ടാണോ ബാധിക്കണേ? ഇറ്റ്സ് വളരെ എന്താണ് പറയണേ, വളരെ സ്ട്രേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ വളരെ വൈൽഡായിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കണം എന്നറിയാം. പക്ഷെ എൻ്റെ കൺഫ്യൂഷനും എന്നോട് 1-2 പേര് ഇതേ കാര്യം ചോദിച്ചു, അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ ശരീരം സ്വീകരിക്കുന്നത് നമ്മളുടെ ഒരു നിശ്ചിത കർമ്മം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയാണ്. പ്രാരബ്ധ കർമ്മം എന്ന് പറയും. കളക്റ്റീവായിട്ടുള്ള കർമ്മം വേറെയുണ്ട്, അതിനെ സഞ്ചിതം എന്ന് പറയും. ഇനി ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളും കൂടെ ചേർത്തുള്ളത് ഇനി വരാൻ പോകുന്ന ആഗമി എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ള ജന്മം നമ്മൾ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജനിക്കാൻ പോകുന്ന സാഹചര്യം, അച്ഛനമ്മ, അടുത്ത ബന്ധുക്കള്, ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ശരീരത്തിലേക്ക് വരുന്നതെന്നാണ്. അതിന് ഗുരുക്കന്മാർ പറയുന്ന അവരോടൊക്കെ അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ശരീരം സ്വീകരിക്കുന്നതെന്ന്. അതേപോലെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാന വ്യക്തികൾ. എല്ലാം ഒന്നുമല്ല, ദീർഘകാലം ബന്ധമുള്ള രക്തബന്ധമുള്ളവർ മാത്രമല്ല, അല്ലാതെ സ്നേഹബന്ധമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഏത് ബന്ധമായാലും നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളൊക്കെ നമ്മൾ ചൂസ് ചെയ്തത് തന്നെയാണ്. ചിലർ നമ്മൾ സ്നേഹപൂർവ്വം നമ്മുടെ ജീവിതത്തിലുണ്ടാകും, അവർ നമ്മളെ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. പക്ഷേ നമ്മൾക്ക് പ്രതിയോഗികളായിട്ട് വരുന്ന വ്യക്തികളാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മാറ്റുന്നത്. അപ്പം നമ്മൾ അറിയാമല്ലോ, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന നമ്മൾക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് നമ്മളെ മോൾഡ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്, സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ ഒരു വ്യക്തി നമ്മൾ ജീവിക്കുന്നു, നമ്മൾക്കൊരു വലിയ ഭാഗ്യമുണ്ടാകും, നല്ലൊരു ധനം, ലോട്ടറി അടിച്ചു, വലിയൊരു എമൗണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം കവിതയ്ക്കാണെങ്കിൽ കവിതയുടെ ചുറ്റുമുള്ള ആൾക്കാരും കൂടെ അത് അനുഭവിക്കാനായിട്ട് ഉള്ള ഭാഗ്യമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് സന്തോഷിക്കാനായി ഇപ്പം സ്നേഹമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും, കവിതയ്ക്ക് ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അതിൽ പങ്കാളിയാകുന്നുണ്ട്. അതേപോലെ നമുക്കൊരു വലിയ ദൗർഭാഗ്യം വന്നാലോ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അതിൽ ദുഃഖിക്കും. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ജാതകം നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മരണം കൊണ്ടുള്ള ഒരു ദുഃഖം ഉണ്ടായി. ആ ദുഃഖം വന്ന ആ ആൾക്കാരുടെ എല്ലാ ജാതകത്തിലും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ജാതകത്തില് അത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് വളരെ അതിശയകരമായ കാര്യം. ജാതകത്തിൽ അവർക്ക് ദുഃഖിക്കണം എന്നുള്ള, ഒരാളിനെ നഷ്ടപ്പെടണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ജാതകത്തിൽ ഒരു പ്രത്യേക ഗ്രഹമാണ് അവർക്ക് ദോഷമായിട്ട് തന്നത്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കൂടെ രാഹുവിന്റെ യോഗമുണ്ട്.
പ്രധാനമായിട്ടും വ്യത്യസ്തമായ ഭാവങ്ങളിലാണെങ്കിലും അവർക്ക് ഏത് കാരണം കൊണ്ട് ദുഃഖമുണ്ടായോ ആ കാരണത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇതായിരുന്നു. വ്യാഴത്തിന്റെ അഫ്ലിക്ഷൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വ്യാഴം അഫ്ലിക്റ്റഡ് ആകണമെങ്കിൽ ഈ വ്യക്തികൾ പൂർവ്വജന്മത്തില് വ്യാഴം കൊണ്ട് സൂചിപ്പിക്കുന്ന തരം ആൾക്കാർക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് അറിവിന്റെ ഗ്രഹമാണ്, ആകാശ എലമെന്റ് ആണ്, ഗുരു തത്വമാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാരെയോ ബ്രാഹ്മണ എന്ന് പറയുന്നത് ഗുരുക്കന്മാരെയോ ബ്രാഹ്മണരെയോ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മജ്ഞാനമുള്ള ആളുകൾ, അതായത് ഗുരുവായാലും അറിവുള്ളവരായാലും ബഹുമാനിക്കേണ്ട ആൾക്കാരെ ബഹുമാനിക്കാതിരിക്കുക, അറിവുള്ള ആൾക്കാരെ അല്ലെ അറിവിനെ ബഹുമാനിക്കാതിരിക്കുക, ആ അറിവിനോട് വൈമുഖ്യം കാണിക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ തരത്തിലൊരു ദുഃഖം അനുഭവിക്കണം. അങ്ങനെയുള്ള ദുഃഖം ഇവരുടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ എല്ലാം ജാതകത്തിൽ അതേപോലെ കാണുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു വലിയ ദുഃഖം ഉണ്ടാകുന്ന ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ എത്ര കൃത്യമായിട്ട് ആ 2 അല്ലെങ്കിൽ 3 ആൾക്കാര് ഈ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ എല്ലാം ജാതകത്തിൽ ഇതേ സമയം ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള പ്ലാനറ്ററി പീരീഡ് നടക്കുന്നുണ്ട്, ദശാകാലം നടക്കുന്നുണ്ട്. ദശാകാലം എന്ന് പറയും നക്ഷത്ര ദശാകാലം. അപ്പൊ ആ ഗ്രഹങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നു, ആ ഗ്രഹങ്ങളുടെ അനുഭവകാലം കൂടെ ഇവർക്ക് ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രീ പ്ലാൻഡ് ആണെന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പറയുമ്പോഴാണ് ഇപ്പോൾ ഇപ്പം ഞാനുണ്ട്, എനിക്കൊരു ബ്രദറുണ്ട്, എനിക്കൊരു സിസ്റ്ററുണ്ട്. അപ്പം നമുക്ക് 3 പേർക്കും നമ്മുടെ 3 പേരുടെയും ജാതകത്തില് ഒരാൾക്ക് ഒരു പോസിറ്റീവ് യോഗമാണുള്ളത്, ഒരാൾക്ക് ഇപ്പൊ അമ്മയെ അകന്നിരിക്കാനുള്ള യോഗം. 3 പേർക്കും ഒരുപോലെ തന്നെ വരുന്ന നിർബന്ധമാണോ? അങ്ങനെയില്ലല്ലോ. അമ്മയുമായിട്ട് അകന്നിരിക്കുന്നത് കൊണ്ട് 3 പേർക്ക് ഇപ്പം നിങ്ങൾ 2 പേരും ഇപ്പൊ അമ്മയായിട്ട് അടുത്തിരിക്കുന്നു, ഒരാൾ അകന്നിരിക്കുന്നു, അവർക്ക് അതിൽ വലിയ ദുഃഖമൊന്നും ഇല്ലെങ്കിൽ അവര് ഒരു ഔദ്യോഗികമായ കാര്യമായിട്ട് പോയി അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് പോയി അവർക്ക് അതിൽ അമ്മയെ കാണുന്നില്ല എന്നുള്ള ദുഃഖം ഉണ്ടാവണം എന്നില്ല. അല്ലെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കണം, ഒരാൾക്ക് അമ്മയെ 3 പേർക്കും ഒരു അച്ഛനോടൊപ്പം ഇരിക്കാൻ, അല്ലെങ്കിൽ 3 പേർക്ക് ഒരേ യോഗം തന്നെ വരണം എന്ന് നിർബന്ധമുണ്ടോ? വരും എന്ന് അങ്ങനെ ഒരു റൂൾ എന്തെങ്കിലും ഉണ്ടോ? റൂൾ ഇൻ ദ സെൻസ് ഞാൻ പറയണേ, ഒരാൾക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു യോഗമാണ്, വേറൊരാൾക്ക് വേറൊരു യോഗമാണെങ്കിൽ ഹൗ വിൽ ഇറ്റ് റിഫ്ലക്ട് ഇൻ ദെയർ ലൈഫ്? കൊച്ചുകുട്ടികളാണെന്ന് വെച്ചോ, ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രായം ആയില്ല, കൊച്ചുകുട്ടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ 3 പേരുടെയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള യോഗമാണെങ്കിൽ അപ്പൊ അമ്മയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ആരുടെ ജാതകം, ആരുടെ യോഗമായിരിക്കും അമ്മയുടെ ലൈഫിൽ? ഏത് കുട്ടിയാണോ അമ്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ യോഗമായിരിക്കും. അകന്ന് അല്ല, മറ്റു കുട്ടികളെ അത് ബാധിക്കുന്നില്ല. ഇല്ല. അപ്പം ഇപ്പൊ 3 കുട്ടികളുള്ളതിൽ ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ യോഗം ഉണ്ടെങ്കിൽ ആ കുട്ടി അത് അനുഭവിച്ചേ മതി, നിർബന്ധമായി. മറ്റേ കുട്ടികളുടെ യോഗം പോലെ ആയില്ല. ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു വേർപാടിനെ പറ്റിയായിരുന്നു, ഒരു മരണം ദുഃഖം ഉണ്ടായിരുന്നു, അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതൊരു ടൈം പീരീഡ് അമ്മയുമായിട്ട് കുട്ടി അകന്ന് നിൽക്കുന്നു, അത് ആ കുട്ടിയും അമ്മയുമായിട്ടുള്ള ഒരു കർമ്മബന്ധമാണ്. മാത്രമല്ല ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മൊത്തമായിട്ടുള്ള വ്യക്തിത്വമായിട്ടും കൂടെ അതിന് വളരെയേറെ ബന്ധമുണ്ട്. മരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാത്തതാണ്, പക്ഷെ അങ്ങനെ വേർപാടാണെങ്കിൽ തീർച്ചയായിട്ടും 3 കുട്ടികളുടെ ജാതകത്തിലും ഉണ്ടാവും. പക്ഷെ അവരുടെ അതിന്റെ ഇൻഫ്ലുവൻസ്, അമ്മയുടെ വേർപാട് 3 പേരെയും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അതിലൊരാൾക്ക് വളരെ ഏറെ ദുഃഖം ഉണ്ടാകും. അപ്പോൾ അത്രയൊരു ഇന്റൻസീവ് ആയിരിക്കത്തില്ല മറ്റൊരാളുടെ ആ വേർപാടിനെ ആ പീരീഡ് അവരെടുക്കുന്നത്. അതൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെ അവരുടെ സൂചന ഉണ്ടാകും. എന്നാലും ഇങ്ങനെ ഒരു വേർപാടിന്റെ സൂചന ഉറപ്പായിട്ടും 3 പേരിലും ഉണ്ടാകും. പക്ഷെ ഇമ്പാക്ട് 3 പേർക്കും വ്യത്യസ്തമായിരിക്കും. അത് അവരുടെ പ്ലാനറ്ററി പീരീഡ് അനുസരിച്ചും പിന്നെ മൊത്തം ഗ്രഹനിലയുടെ അവസ്ഥ കൊണ്ടുമായിരിക്കും. ഈ അമ്മയുടെ അമ്മയുടെ ഒരു യോഗത്തിന്റെ ഭാഗമായിട്ട് മക്കൾക്കൊരു ഗുഡ് എക്സ്പീരിയൻസോ ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അമ്മയുടെയോ അച്ഛൻ്റെയോ പേരൻസിന്റെ ഒരു വിധി എന്നൊക്കെ പറയില്ലേ, പേരൻസിന്റെ വിധി കാരണം നമുക്ക് നല്ലതോ മോശമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? ആദ്യമായിട്ട് അതിന് പറയാനുള്ളത് പേരൻസിന്റെ വിധി മാത്രമായിരിക്കത്തില്ല. അങ്ങനെ ഒരു പേരന്റിന് പോയി ജനിക്കാനുള്ള വിധി ഈ കുട്ടിക്കുണ്ടാവും. ഓക്കെ, അതിന് ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും ഞാനൊരു ഒരാളുടെ ജാതകം നോക്കേണ്ടി വന്നു. അപ്പോൾ ആ കുട്ടി ഒരു പയ്യനാണ്. ആ കുട്ടി ജയിലിലാണ്, ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായതാണ്. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായതാണ്. അപ്പോൾ കൂടെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര്
ഇവർക്കിത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അത്രയുമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിയാണ്. ജയിലിലായിരുന്ന സമയത്ത് അവര് മറ്റുള്ളവരോട് പറഞ്ഞ കുട്ടി വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുകയാണെന്ന്, ജയിലിലാണെന്ന് പോലും പുറത്തറിയിച്ചു. അവര് വളരെയേറെ ഈ കുട്ടിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമം നടത്തി. ആ ശ്രമമൊന്നും ഫലവത്തായില്ല. പിന്നെ പൂജാദികളൊക്കെ, ഒരുപാട് പൂജകളും അവരെ ഇനിയും ബാക്കിയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ കുട്ടിക്ക് സമയദോഷമുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു കാരണം കുട്ടിയുടെ അമ്മയാണെന്നാണ് കണ്ടത്. അമ്മയുടെ കർമ്മഫലം കൊണ്ട് കുഞ്ഞ് ദുഃഖിക്കണം എന്നാണ് കണ്ടത്. അങ്ങനെ നോക്കിയപ്പോ അമ്മയുടെ ജാതകം ചോദിച്ചു. അവരുടെ ജാതകം നോക്കിയപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാല് അവരുടെ പിതൃക്കളുടെ ഒരു കർമ്മങ്ങളും അവര് കൃത്യമായി ചെയ്തിട്ടില്ല. കുടുംബത്തിലുള്ള പൂർവികരൊക്കെ പിതൃക്കളൊക്കെ അപ്രീതിയിലാണ്. അപ്പൊ അതിന് വേണ്ട പ്രതിവിധികള് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അവരത് വളരെ വളരെ നല്ലതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു. അതിനുശേഷം ഈ കുട്ടിയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു. ഈ കുട്ടിക്ക് മാത്രം, ബാക്കിയുള്ള കൂടെയുള്ള ഒരു ജയിലിൽ തന്നെയായിരുന്നു, ഒരു വിദേശ രാജ്യത്തുമായിരുന്നു കേട്ടോ. അപ്പൊ അത്രയും തീവ്രമായ ഒരു നിയമമൊക്കെ പാലിക്കുന്ന ഒരു രാജ്യത്തായിട്ട് പോലും ഈ കുട്ടിക്ക് ഈ കർമ്മത്തിന്റെ ഒരു റെമഡി വന്നപ്പോഴത്തേക്ക് കുട്ടിയെ പുറത്തു വരാനുള്ള ഒരു അവസരമുണ്ടായി. പക്ഷെ ഈ അമ്മയുടെ ജാതകത്തിലെ ഇത്രയും ശക്തമായിട്ടുള്ള ദോഷം ഇനിയും അത് വരും കാലങ്ങളില് അമ്മയെ ബാധിക്കുന്നതായിട്ടും അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഒരു താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ്. താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഇത്രയും കാലം ജീവിച്ച കാലത്ത് ചെയ്തിട്ടുള്ള കർമ്മങ്ങളും കൂടെ അതിനെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നമ്മളുടെ ജാതകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഇമ്പാക്റ്റും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ശരി. അപ്പം ബൈ ബർത്ത് എനിക്കൊരു സർട്ടൻ യോഗം ഉണ്ടെങ്കിലും ഞാൻ ഇപ്പം ഈ ജന്മം എടുത്തതിന് ശേഷം ഞാൻ സത്കർമ്മങ്ങൾ ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫാണ് ഞാൻ ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും. കർമ്മങ്ങൾ മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല, ഇന്റൻസിറ്റിക്ക് ഒരു കുറവ് വരും തീർച്ചയായിട്ടും. നല്ല പ്രവൃത്തികൾ ചെയ്യുക, അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ജന്മത്തിൽ ആർക്കെങ്കിലും ദുഃഖം കൊടുത്തുകൊണ്ടാണല്ലോ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അത് നമ്മൾ എന്ത് ഈ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണല്ലോ പ്രകൃതി നിയമം. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വന്നത്. ഇപ്പോഴല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്തെ പറ്റി നമുക്ക് ഇപ്പോഴേ അറിയുള്ളൂ, ഇത്ര വർഷം, ഇത്ര പീരീഡ്. പക്ഷെ എത്രയോ കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു. അപ്പോഴുള്ള കർമ്മങ്ങളാണല്ലോ നമ്മളെ സ്വാധീനിക്കുന്നത്. ഇപ്പോഴും അന്യർക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നമ്മൾ അന്യർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് പ്രതിഫലിക്കും. നമ്മൾ എന്ത് പ്രകൃതിയിൽ ചെയ്യുന്നു അത് നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് കൊടുക്കുന്നു നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണല്ലോ കർമ്മഫലം എന്ന് പറയുന്നത്. അതെനിക്ക് ഒരു സംശയം വന്നതേ, 2 മക്കളുണ്ടാവുമല്ലോ, ഒരു പക്ഷെ 2 മക്കളുണ്ടാവാം ഈ സ്ത്രീക്ക്. ഈ മോന് തന്നെ ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരാനും മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് വരാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് പിന്നെയും അത് മുൻപേ പറഞ്ഞതുപോലെ ചിലന്തി വല പോലെ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇവരെന്തെങ്കിലും ഒരു അന്യന് ദുഃഖം ഉണ്ടാക്കുന്ന, തീവ്രമായ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കർമ്മം വന്നുകൊണ്ടാണല്ലോ ഇവർ ഈ കാലത്ത് ഇത്രയേറെ വിഷമിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്യുമ്പോ ഈ സോളായിരിക്കും അവരുടെ കൂടെ അതിന് സപ്പോർട്ടായിട്ടുണ്ടായിരിക്കുക. മറ്റേയാൾക്ക് അതിൽ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു കാരണമുണ്ട്. അമ്മയുടെ കർമ്മം കൊണ്ട് മാത്രമല്ല അപ്പം ഈ മോന് ഈ എക്സ്പീരിയൻസ് കിട്ടിയത്. മോനും അതിൽ ഏതോ രീതിയിൽ ഇൻവോൾവ് ആയ പുള്ളിക്കാരൻ്റെയും കൂടെ ഒരു കർമ്മം ഉണ്ടായത് കൊണ്ടാവാം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് സെൽഫ് ഇൻവോൾവ് ആയിട്ടൊരു കർമ്മം അല്ലാതെ ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടാവില്ല എന്നാണോ? തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കർമ്മവും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മഫലവും നമുക്ക് തന്നെയുള്ളതാണ്. വേറൊരാൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. അല്ല, അങ്ങനെയല്ല. എനിക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇന്ന അമ്മയുടെ മോളായതുകൊണ്ട് മാത്രം എനിക്ക് വരില്ല. അതിൽ എൻ്റെ ഒരു പേഴ്സണൽ, അതായത് ഈ ജന്മത്തിലോ ഏതെങ്കിലും ജന്മത്തിലോ എൻ്റെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ആ കർമ്മത്തിൽ ഉള്ളത് കൊണ്ടും ഞാൻ അതുമായിട്ട് അസോസിയേറ്റഡ് ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ അമ്മയ്ക്ക് പോയി കുട്ടിയായിട്ട് ജനിച്ചത്. ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അവിടെ പോയി ജനിക്കുന്നത്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ഇതിന്റെ പിന്നാലെ പോയി അന്വേഷിച്ച് ചിലപ്പം നമുക്കറിയാം എല്ലാ ജ്യോതിഷ ശാസ്ത്രജ്ഞരും ഒരുപോലെ ഏബിൾ ആയിരിക്കില്ല. എല്ലാവരുടെയും ഇത്
അവരുടെ അപ്രോച്ച് വ്യത്യാസമായിരിക്കും. അപ്പം വേർ ഡു വി ഫൈൻഡ് എ ബാലൻസ് ഓഫ് ദിസ്? ഇതിനെ ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും തെളിയുന്ന, ഇപ്പം ചേച്ചി നോക്കിയപ്പം ചേച്ചി ഇതൊക്കെ കണ്ടു എന്ന് പറയണു, ഇങ്ങനെ തെളിയാൻ ഉള്ള ഒരു ജ്ഞാനമില്ലാത്തൊരു ജ്യോത്സ്യൻ്റെ അടുത്താണ് അവർ പോണത്, അല്ലെങ്കിൽ അവർക്കിത് കണ്ടുപിടിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകുന്ന ആളുടെ കാര്യമാണ്. അതെ അതെ, അവർക്ക് തെറ്റായ ഗൈഡൻസ് കിട്ടും. അതെ. അപ്പം അങ്ങനെ തെറ്റായ ഗൈഡൻസ് ആണ് അല്ലപ്പോൾ പോയില്ല, അപ്പോൾ തെറ്റായ ഗൈഡൻസ് ആണെന്ന് അവർക്ക് മനസ്സിലായി, ഇതിൽ സത്യമില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിൽ നിന്നൊരു? അല്ല, നമ്മുടെ വ്യക്തികൾക്ക് ഈ ചോദ്യം വന്നുകൊണ്ടാ കഴിഞ്ഞ 2 ദിവസം ഇതേ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ മുന്നിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഗ്രഹനിലയിൽ അവർക്ക് കുറെ വളരെ മോശമുള്ള അനുഭവങ്ങളുണ്ടായി. ഇപ്പൊ ഒരു അസ്ട്രോളജർ പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങൾക്ക് ആഭിചാരം ചെയ്തതാണ്. മനസ്സിലായില്ലേ? എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗ്രഹനിലയിൽ തന്നെ ഉണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായെന്നുള്ളത്. പക്ഷെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അവർ ആഭിചാരം ചെയ്ത് ഇവരങ്ങനെ ചെയ്ത് ഇവര് നിങ്ങളോട് ശത്രുതയാണെന്നൊക്കെ പറയും. അത് അവര് തെറ്റായ വഴികളിലേക്കല്ലേ സഞ്ചരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് കാലുഷ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് മോശമായ അനുഭവങ്ങളല്ലേ ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന സത്പ്രവൃത്തികൾ ചെയ്യുക, അന്യർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. അത് ആഹാരദാനമാകാം, ഏതു തരത്തിലുള്ള സഹായവുമാകാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ സന്തോഷമുള്ള സമാധാനമുള്ള വാക്കുകൾ നമുക്ക് പറ്റുമല്ലോ. ഇപ്പൊ ഒരാള് വളരെ ദുഃഖിതനായിട്ടിരിക്കുന്നു, ചിലപ്പോൾ ഒരു പക്ഷെ അവര് ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരിക്കും. നമ്മളവരോട് സ്നേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കൂ. അപ്പൊ അവര് പറയും, അയ്യോ ശരിയാ, എനിക്ക് എന്തൊരു വിഷമമായിരുന്നു, ഇപ്പൊ എനിക്കൊരു സമാധാനമായി, ഇതൊന്നും കുഴപ്പമില്ല, നാളെ നന്നാകും, അല്ലെങ്കിൽ ഈ കാലം മാറും, എന്തിനാണ് ഒന്നും പറയണ്ട, എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കാൻ പോലും ആളുകൾ കുറവാണ്. മനസ്സിലായില്ലേ? അന്യരുടെ കാര്യത്തില് നമുക്ക് ഒരു താല്പര്യവുമില്ല, നമ്മളുടെ സുഖം സന്തോഷം അങ്ങനെ ജീവിക്കുന്നതാണ് കൂടുതലും ആൾക്കാര്. അല്ലാതെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വാക്ക് പോലും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ വഴിതിരിച്ച് വിടാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് തരത്തിലും നമുക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും, ഏത് തരത്തിലും. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ നമ്മുടെ ദുഃഖത്തെ പറ്റി മാത്രം ചിന്തിക്കുമ്പോഴാണ് ദുഃഖം ഇരട്ടിക്കുന്നത്. നമ്മളെക്കാൾ ദുഃഖമുള്ള എത്രയോ അധികം ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ അവരുടെ ദുഃഖത്തിന്റെ ഒരു ആശ്വാസം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലതേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കുറയും. സത്പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും, നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർമ്മം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ, കർമ്മഫലം. പക്ഷെ അതിന്റെ ഇമ്പാക്ട് കുറയും. വേറെ ഒന്നും കൂടിയുണ്ട്, നമ്മള് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സ് സന്തോഷം സമാധാനമാക്കി വെക്കുക. നമ്മുടെ ചിന്തകള്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുക. അത് മറ്റുള്ളവർക്ക് ഹാനികരമാണ്, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഹാനികരമാണ്. നമുക്ക് സാധാരണ ബുദ്ധി നമുക്ക് ആലോചിക്കാം, നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് സന്തോഷം പ്രസരിപ്പിക്കാൻ പറ്റും. അങ്ങനെയല്ലേ? നമ്മൾ ദുഃഖിച്ച് ഡള്ളായിട്ടിരിക്കും, നമ്മളെ കാണുന്നവരും ഡള്ളായി പോകും. ഇതിൽ ഈ പ്രാർത്ഥനകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് അറിയില്ല എന്താ എനിക്കത് വന്നതെന്ന്. എനിക്ക് കർമ്മത്തിനെ കുറിച്ച് അറിയില്ല. എൻ്റെ കർമ്മഫലമാണ് എന്നെല്ലാവരും എൻ്റെ കർമ്മഫലം എന്ന് പറയും. ആ ഒരു നിലയിൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, ജനറലി പ്രാർത്ഥിച്ചാൽ. പലരും ഇന്ന നാമം ജപിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ഗൈഡ് ചെയ്യാൻ പോലും എനിക്ക് ആരും ഇല്ലെങ്കിൽ, നമ്മളുടെ എനർജി സെന്റേഴ്സ് എന്ന് പറയും, ചക്രസ് എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് നമ്മൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്ന പ്രധാന പ്രാണൻ എന്ന് പറയുന്നത് പഞ്ചപ്രാണനാണ്. അത് ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ എനർജി സെന്റേഴ്സ് നമ്മൾ പറയുന്ന ചക്രാസ് നമ്മുടെ എനർജിയുടെ പമ്പ് ഹൗസ് പോലെയാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ആ പ്രസരണം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ വളരെ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയോടുകൂടിയായിരിക്കും, പോസിറ്റീവായിരിക്കും. അപ്പൊ അത് ആ എനർജി സെന്റേഴ്സിനെ പോസിറ്റീവായി ആക്കാനായിട്ട് നമ്മുടെ മന്ത്രോച്ചാരണങ്ങള് സഹായിക്കും. ഇപ്പൊ മൂലാധാര ചക്ര എന്ന് പറയുന്നത് എർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് വാട്ടർ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണിപൂര ചക്ര എന്ന് പറയുന്നത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദേവതകളുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ
അതിനനുഗുണമായിട്ടുള്ള ധാന്യങ്ങൾ ദാനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. ഇനിയിപ്പോ ഇതൊന്നും നമുക്കറിയില്ല, എനർജി സെന്റേഴ്സിനെ പറ്റിയൊന്നും നമുക്കറിയില്ലെങ്കിൽ ഓം നമ ശിവായ ചാൻഡ് ചെയ്താൽ മതി. ഈ നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ആ മന്ത്രോച്ചാരണം നല്ലതാണ്. അല്ലെങ്കിൽ ഓം ചാൻഡ് ചെയ്യാം. അത് അകാരോകാരം അകാരങ്ങളെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തമോ രജോ സത്വ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ മന്ത്രങ്ങളൊക്കെ നമ്മളെ പോസിറ്റീവ് ഊർജം സ്വീകരിക്കാൻ പ്രാപ്തമാക്കും. ഇപ്പൊ നമ്മള് ശിവക്ഷേത്രത്തിൽ പോയിട്ട് വില്ലും കൂവളമല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ശിവചൈതന്യത്തെ സ്വീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ളതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തില് തുളസി നമ്മൾ കൊണ്ടുപോയിട്ട് അർച്ചന ചെയ്യുന്നു. അപ്പൊ വൈഷ്ണവ ആ എനർജി സ്വീകരിക്കാൻ പ്രാപ്തമാണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പം ബുധനോ വ്യാഴോ ഒക്കെ ബലം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ തുളസിയില ഇട്ട വെള്ളം ഇട്ട് വെച്ചിട്ട് വെള്ളം കഴിക്കുന്നത് നല്ലതാണ്. അതിന് വളരെ സിമ്പിൾ ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ആരും പറയാറില്ല സാധാരണ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കും ആവശ്യമില്ലല്ലോ, വലിയ വലിയ കാര്യങ്ങളല്ലേ വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മഞ്ഞ നിറമുള്ള പഴങ്ങൾ ദാനം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള പഴങ്ങൾ കഴിക്കുക. ബുധനാണ് ബലം കുറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചെറുപയർ, പച്ച നിറമുള്ള ചെറുപയറില്ലേ അത് കഴിക്കുക, അത് ദാനം ചെയ്യുക. ഓരോ ഗ്രഹങ്ങൾക്കും അതാത് ഗ്രഹങ്ങളുടെ പ്രായമുണ്ട്, അതനുസരിച്ചുള്ള ആളുകൾ. ഇപ്പൊ ബുധനാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ശരിക്കും എനിക്കിപ്പം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് കാര്യം പഞ്ചാക്ഷരി ജപിക്കുക, അല്ലെങ്കിൽ ഓം ജപിക്കുക എന്നുള്ളതും വളരെ പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിൽ നമ്മൾ ഇരിക്കുക. മന്ത്രങ്ങൾ ചൊല്ലണം എന്നുണ്ടോ, കേട്ടാലും മതിയോ? ചൊല്ലണമല്ലോ, വൈബ്രേഷൻ നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇന്ന മന്ത്രം എന്നൊന്നും ഇല്ല അല്ലേ? അത് നമുക്ക് ഗ്രഹനില വെച്ചിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ജനറലി പഞ്ചാക്ഷരി ഓം നമഃ ശിവായ. ഓക്കെ. കാരണം ഞാൻ പലരും ലളിതാ സഹസ്രനാമവും അത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, മറ്റേ വിഷ്ണു സഹസ്രനാമവും ഒക്കെയാണ് പലരും ജപിക്കുന്നത്. ഓരോരോ ഗ്രഹങ്ങൾക്കും ഓരോരോ പർപ്പസിനുമാണ്, ഓരോ ദേവതയ്ക്കും ഓരോ ഭാവമുണ്ട്. അത് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന വൈബ്രേഷന് വ്യത്യാസമുണ്ട്. അത് നമ്മളുടെ എനർജി തലവുമായിട്ട് താതാത്മ്യപ്പെടുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമാകും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദേവതകളല്ലേ ഇഷ്ടം. അങ്ങനെയാണ്. അപ്പോൾ ജനറലി ഈ ഓം നമ ശിവായ ചാൻറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലതെന്നുള്ള. അതുപോലെ ഈ എല്ലാ ഗ്രഹങ്ങളുടെയും നവഗ്രഹ സ്തോത്രം ഉണ്ടല്ലോ, പലരും അത് ഓരോ ഗ്രഹത്തിന്റെയും ശനിക്ക് അത് ചിലര് ജപിക്കുന്ന കണ്ടിട്ടുണ്ട്. നല്ലതാണ്, ജപിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ജപിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും രാഗദ്വേഷങ്ങൾ ഒന്ന് കുറഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മള് മറ്റേ പതഞ്ജലി മഹർഷിയുടെ മൈൻഡ് എക്സൈറ്റഡ് ആകുമ്പോൾ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നല്ലേ പറയുന്നത്. അപ്പൊ മൈൻഡ് എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ, ശരീരമല്ലേ മാറുന്നുള്ളൂ. അപ്പൊ പഴയ കാല അനുഭവങ്ങള് ട്രിഗർ ചെയ്യും. അത് പെട്ടെന്ന് നമ്മൾ അറിയുന്നില്ല, അത് ഇന്നർ മൈൻഡിൽ സംഭവിക്കുകയാണ്. നമ്മുടെ അൺകോൺഷ്യസ് സൈഡിലാണ് ആ പ്രവർത്തനം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ വാസന എന്ന് പറയുന്നത്. അപ്പൊ ഇതും അതുമായിട്ട് ഒരു കോഡിങ് വരും, നമ്മൾ വീണ്ടും പിന്നെയും പെടും. അതുകൊണ്ടാണ് ഇത്ര സയന്റിഫിക് ആയിട്ടാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മൈൻഡ് എക്സൈറ്റഡ് ആവുമ്പോൾ മെമ്മറീസ് ഇഗ്നൈറ്റ് ആവും, സ്റ്റിമുലേറ്റഡ് ആവും. സോ യു ഗോ ബാക്ക്, പിന്നെ അതേ പാറ്റേണിലേക്ക് പോകും. പാറ്റേൺസിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതല്ലേ? അതല്ലേ അതല്ലേ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന 5 ഭാവങ്ങളിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. പ്രമാണം, വിപര്യം, വികല്പം, നിദ്ര, സ്മൃതി. കവിതയ്ക്ക് അറിയാം. അപ്പൊ ഇത് നമ്മളുടെ പ്ലാനറ്ററി പീരീഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് പോകുന്നെങ്കിൽ ഈ നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒഴികെയുള്ള ബാക്കി 5 ഗ്രഹങ്ങളെ എങ്ങനെ ഇരിക്കുന്നു, സൂര്യൻ പരമാത്മ ചൈതന്യത്തെയും ചന്ദ്രൻ നമ്മുടെ മനസ്സിനെയും കാണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതനുസരിച്ചാണ് ഈ അവസ്ഥയിൽ ഏതവസ്ഥയിലാണ് നമ്മുടെ മനസ്സിരിക്കുക എന്നുള്ളത്. ശരിക്കും മനസ്സിനെ ആണ് ഇതൊക്കെ സ്വാധീനിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും സത്പ്രവൃത്തികൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും മനസ്സിനെ ഒരു അവസ്ഥയിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ മെമ്മറി അല്ലെങ്കിൽ ഈ വാസനയെ സൂചിപ്പിക്കുന്നതാണ് ഗ്രഹനില. അത് നമ്മളെ അത്രയധികം സ്വാധീനിക്കില്ല. മനസ്സാണപ്പം തീർച്ചയായിട്ടും. ചില അവസ്ഥയിൽ നമ്മൾ നിദ്രയിലാണല്ലേ? അതെ, നിദ്രയിലാണ്. ചിലപ്പോ പിന്നെ നിദ്ര സ്മൃതിയിലും ആയിരിക്കുമല്ലോ. അതെ. അപ്പോ പ്രമാണം തേടും. അത് ശരിക്കും നമുക്ക് വളരെ ഈ ഒരു ജ്ഞാനം
ബാക്ക് ഓഫ് യുവർ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ മൈൻഡിന്റെ പല പല ആക്ടിവിറ്റീസും നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓ, ഇപ്പൊ ഇതാണ് സംഭവിക്കണേ, ഇപ്പൊ ഇതാണ് സംഭവിക്കണേ. അപ്പൊ അതിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടോ? തീർച്ചയായും. നമ്മൾ വീക്ക്നെസ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളുടെ മനസ്സിപ്പോ ഏതവസ്ഥയിലിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? പറ്റുന്നുള്ള സാധനം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അറിയാൻ പറ്റില്ല. നമുക്ക് ദേഷ്യം വരും, നമുക്ക് അറിയുന്നുണ്ട് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, അവയർനെസ് ഉണ്ട്. പക്ഷെ ചിലർ ദേഷ്യമായിട്ട് അങ്ങ് മാറുകയല്ലേ, എന്ത് ചെയ്യും? ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ. ദേഷ്യം വരാതൊന്നും ഇരിക്കില്ല, പക്ഷെ അതിനെ ദേഷ്യമായിട്ട് നമ്മൾ മാറാതിരിക്കാൻ പറ്റും. അല്ലെ ഒരു പ്രവൃത്തി ആ ദേഷ്യം വരുന്നതിന്റെ സമയം കുറഞ്ഞു വരും. ഒരാഴ്ച ദേഷ്യം ഉണ്ടാകുന്നത് രണ്ട് ദിവസമായിട്ട് പറയാം, പിന്നെ അത് 2 മണിക്കൂറായിട്ട് പറയാം, ചിലപ്പോൾ 2 മിനിറ്റിൽ തന്നെ നമുക്ക് അവയർനെസ് വരും. ശരിയാണ്. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഈ സാധനയുടെ കാര്യം ചേച്ചി പറഞ്ഞു, ഈ സാധന ചെയ്യുന്നത് ഒരു യോഗമാണോ? അതും കർമ്മമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് ഭയങ്കര ഒരു ഇങ്ങനെയാണ്. ആദ്യത്തെ ദിവസം ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചു, ഇതൊരു മറ്റേ ചിലന്തി വല എന്നൊരു സംഭവം. ചിലന്തി വല എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ശരിക്കും അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയും, അയ്യോ അതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വഴിമാറി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ തന്നെ പിന്നെയും വരും. അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ ഒരു ലീനിയർ തിങ്കിങ്ങിൽ ഫാക്ടോം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതിലൊക്കെ ബിയോണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ എന്തോ there is some logic. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ പ്രകൃതിയിൽ എന്ത് കൊടുക്കുന്നു അത് നമ്മളിലേക്ക് തിരിച്ചു വരും, അതേ വരുള്ളൂ. പക്ഷെ അതിന് സമയം എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ല, പ്രകൃതിക്ക് അറിയുള്ളൂ. അതാണ് അതിന്റെ സിമ്പിൾ ലോജിക്ക്. അതെ, വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ എന്താണോ ഈ പ്രകൃതിയിലോട്ട് കൊടുക്കുന്നത് അത് മറ്റേ പിങ് പോങ് ബോൾ പോലെ അത് തിരിച്ചു വരും. പക്ഷെ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എത്ര സമയത്തിന് വരും. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്ത് അനുഭവം ഉണ്ടെങ്കിലും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട, ഇറ്റ് വാസ് ഡ്യൂ ടു യു, നമ്മൾക്ക് വരേണ്ടത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അതിനെങ്ങനെ അതിജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, മനസ്സിനെ ഒരു സമചിത്തമായ ഭാവത്തിൽ നമുക്ക് നിർത്താൻ സാധിക്കുന്നുണ്ടോ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടോ, അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് ചിന്തിച്ചിട്ടിരിക്കാം. താങ്ക് യു.